NGO യൂണിയൻ സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനത്തിന്റെ ഭാഗമായി NGO യൂണിയൻ ഹോസ്ദുർഗ് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അജാനൂർ കുടുംബാരോഗ്യ കേന്ദ്രം ശുചീകരിച്ചു. കേരള NGO യൂണിയൻ സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം മഴക്കാല ശുചീകരണ പ്രവർത്തനത്തിന്റെ ഭാഗമായി NGO യൂണിയൻ ഹോസ്ദുർഗ് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അജാനൂർ കുടുംബാരോഗ്യ കേന്ദ്രം ശുചീകരിച്ചു. ശുചീകരണ പ്രവൃത്തി അജാനൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VV തുളസി ഉദ്ഘാടനം ചെയ്തു. NGO യൂണിയൻ ഹോസ്ദുർഗ് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഇതുപോലെ ഒരു മഴക്കാല പൂർവ്വ ശുചീകരണത്തിന്റെ ഭാഗമായി സ്ഥാപനങ്ങളിൽ ശുചീകരണം നടത്തുവാൻ തീരുമാനിച്ചിട്ടുള്ളത്. നമുക്ക് എല്ലാവർക്കും അറിയാം, ആരോഗ്യം ഉണ്ടെങ്കിൽ മാത്രമേ സമ്പന്നമായ ഒരു സമൂഹം ഉണ്ടാവുകയുള്ളൂ. അതിനാവശ്യമായിട്ടുള്ള മുന്നൊരുക്ക പ്രവർത്തനങ്ങളാണ് ഇതുപോലെ ഒരു സംഘടന എന്നുള്ള നേതൃത്വത്തിൽ നടത്താൻ വേണ്ടി പോകുന്നത്. നാടും നഗരവും വീടുകളും മൊത്തം ശുചീകരിച്ചുകൊണ്ട് മഴക്കാലത്തുണ്ടാവുന്ന പകർച്ചവ്യാധികളെയും അതുപോലെ തന്നെ സാംക്രമിക രോഗങ്ങളെയും തടയുവാൻ ആവശ്യമായിട്ടുള്ള മുന്നൊരുക്ക പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് ഇതുപോലെ മഴക്കാല പൂർവ്വ ശുചീകരണങ്ങൾ നടത്തുന്നത്. നമ്മൾ ഇതുപോലെ നടത്തുമ്പോൾ പിന്നെ അധ്യക്ഷൻ പറഞ്ഞതുപോലെ ഏതെങ്കിലും ഒരു ഭരണത്തിൻ്റെ കീഴിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ കീഴിലോ അല്ല, നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ ജീവിതം സാമൂഹ്യ മേഖലക്കകത്ത് അതുപോലെ തന്നെ ജീവകാരുണ്യ മേഖലക്കകത്ത് ഏറ്റവും നന്നായി ഇടപെടുന്ന NGO യൂണിയൻ ഇതുപോലുള്ള ആരോഗ്യ മേഖലയെ കൂടി സംരക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള ഈ പ്രവർത്തനം ഏറ്റെടുത്തതിൽ വളരെയധികം അതിയായ സന്തോഷമുണ്ട്. കാരണം ഇതുപോലെ FHSC എന്ന് പറയുന്നത് സംസ്ഥാനത്ത് തന്നെ ആദ്യമായിട്ടാണ് ഒരു ഡയാലിസിസ് യൂണിറ്റ് തുടങ്ങിയ FHSC. ആ FHSCക്കകത്തേക്ക് തന്നെ നിങ്ങളുടെ ഇതുപോലെ ആരോഗ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ശുചീകരണം ഏറ്റെടുത്തതിൽ നമുക്ക് വളരെയധികം സന്തോഷമുണ്ട്. കാരണം കേരളം ഒട്ടുക്കും ഇന്ന് നോക്കിക്കാണുന്നത് ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ ഇതുപോലെ ഒരു ഡയാലിസിസ് യൂണിറ്റ് തുടങ്ങാൻ വേണ്ടി പറ്റുമോ എന്നുള്ളത് ഒരു ചിന്ത എല്ലാവർക്കും ഉണ്ടായിരുന്നു. C. കുഞ്ഞികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അനിൽകുമാർ, K. രാജീവൻ, HS. ശ്രീകാന്ത്, K. സവിത, VV. രാധാമണി, ലജീഷ്, CV. അജയകുമാർ, രാമചന്ദ്രൻ, കൈരളി എന്നിവർ സംസാരിച്ചു. K. ജയേഷ് സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.